ഈശോ നമുക്കായി വാഗ്ദാനം ചെയ്ത വലിയൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഇതേക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ത്രിയേക ദൈവത്തിന്റെ ഒരാളാണ് പരിശുദ്ധാത്മാവ്. ദൈവം ത്രിയേകമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈശോ നമുക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്തു. അത് തന്റെ ആത്മാവിനെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്. നമുക്കറിയാം, യേശു കടന്നു പോകേണ്ടിയിരുന്നു എന്നൊരു കാരണം കൂടിയുണ്ട്. ഈശോ മനുഷ്യനായി, അവൻ ദൈവമായിരുന്നവൻ, അരൂപിയായിരുന്നവൻ, ആത്മാവായിരുന്നവൻ, മനുഷ്യരൂപം ധരിച്ച് ഈ ലോകത്തിലേക്ക് വന്നു. ഒരുവൻ മനുഷ്യരൂപം ധരിക്കുമ്പോൾ അതിൽ മാനുഷികമായ പരിമിതികളുണ്ട്. അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ ആകൃതിയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടു. പ്രകൃതിയിൽ ദൈവമാണെങ്കിലും ആകൃതിയിൽ അവൻ മനുഷ്യനായിരുന്നു. അപ്പോ മനുഷ്യന്റെ ആകൃതി സ്വീകരിച്ച ഈശോ ആ മനുഷ്യത്വത്തിൻ്റെതായ കുറെ ചട്ടക്കൂടുകളുണ്ട്. അപ്പോ മനുഷ്യരായി ജീവിക്കുന്ന സകലരും ഒരിക്കൽ മരിക്കണം. ഒന്ന്, മനുഷ്യൻ സമയത്തിനും കാലത്തിനും ഉള്ളിലാണ്. എന്റെ ജീവിതം മുഴുവനും ഒരു സമയത്തിന്റെയും കാലത്തിന്റെയും ഉള്ളിലാണ് ഒരു മനുഷ്യനായിരിക്കുന്നത്. എന്റെ ജീവിതം, വിജിലച്ചന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 1983 മുതൽ എത്രയെന്നറിയില്ല, ഞാൻ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഡ്യൂറേഷൻ വന്നിട്ട് ഇതായിരുന്നു എന്റെ സമയം. ഈ ഭൂമി എന്റെ സമയം, എന്റെ കാലം. സമയത്തിന്റെ ഒരു പരിധി തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു പരിധി തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട് മനുഷ്യനായതിന്റെ പേരിൽ. എനിക്ക് ഒരേ സമയത്ത് ഇവിടെയും ഇതേ സമയത്ത് തന്നെ മറ്റൊരിടത്തും ആയിരിക്കാൻ എനിക്ക് പറ്റില്ല. യേശു ദൈവമായിരുന്നു. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് ദൈവം സർവവ്യാപിയാണ്. അതുകൊണ്ട് തന്നെ അവന് മനുഷ്യത്വത്തിൽ തുടരുക എന്നുള്ളത് നമുക്കറിയാം, അത് ചിന്തിക്കാൻ പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് ഈശോ കടന്നു പോകുന്നതിന് മുമ്പ് ഈശോ തന്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ട് പോയി. സമയത്തും കാലത്തിനും അതീതമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ദൈവം തന്നെ ആയതുകൊണ്ട് കടന്നു വന്നവൻ അത് സമയത്തിന് കാലത്തിനുള്ളിലായിരുന്നു. അത് മാനുഷിക സ്വഭാവത്തിൽ വരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈശോ കടന്നു പോകുന്നതിന് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു, ആത്മാവിനെ തരുന്നതാണ്. ഇത് ഒരു സമ്മാനമാണെന്നോ, ഒരു സമ്മാനമാണ്, നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനം അല്ലെ. ഈശോ വാഗ്ദാനം ചെയ്തതൊക്കെ ഈശോ നമുക്ക് തന്നിട്ടുണ്ട്. യേശുവിന്റെ പൂർത്തീകരിക്കപ്പെടേണ്ട ഒറ്റ വാഗ്ദാനം കൂടെ ഉള്ളൂ. അത് കർത്താവിന്റെ രണ്ടാം വരവെ കുറിച്ചുള്ളത് മാത്രമാണ് ഇനി പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു വാഗ്ദാനം. എല്ലാ വാഗ്ദത്തങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമുക്ക് സമാനമായി തന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ആദ്യ ക്രൈസ്തവ സമൂഹമാണ്. പത്രോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിൽ നിറഞ്ഞ്, വിശുദ്ധാത്മാവിൽ, പെന്തക്കോസ്താ ദിനം കഴിഞ്ഞുള്ള സമയമാണ്. പെന്തക്കോസ്താ ദിനം കഴിഞ്ഞ്, അതായത് ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ യേശുക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിലൂടെയുള്ള ഒരുവന്റെ ആത്മരക്ഷയെ കുറിച്ചും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നവർ ചങ്കുപൊട്ടി കരയാൻ തുടങ്ങി. ചരിത്ര സത്യം അത്. കേട്ടുകൊണ്ടിരുന്നവർ ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ, യേശുക്രിസ്തുവിലൂടെ നേടിത്തന്ന രക്ഷയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ജനം വല്ലാതെ ഭാരപ്പെടാൻ തുടങ്ങി, വല്ലാതെ വിഷമിക്കാൻ തുടങ്ങി. അവര് ഹൃദയം നുറുകിയിട്ട് പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും.